കോപ്പറേഷൻ അഡീഷണൽ സ്പെഷ്യലൈസേഷൻ എടുക്കുന്നവർക്ക് 5th സെമിസ്റ്ററിൽ ഇപ്പോൾ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. നവംബർ 5th and 6th എക്സാം വരുന്നത്. അപ്പോൾ കോപ്പറേഷൻ തിയറി ആൻഡ് പ്രാക്ടീസും ആൻഡ് ലീഗൽ എൻവയറമെൻറ്റ് ഫോർ കോപ്പറേറ്റീവ്സ് എന്ന 2 സബ്ജക്റ്റാണ് കോപ്പറേഷൻ അഡീഷണൽ ആയിട്ട് എഴുതുന്നവർക്ക് ഉള്ള സബ്ജക്റ്റ് വന്നിട്ട്. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ വന്നിട്ട് ഇൻട്രൊഡക്ഷൻ ടു കോപ്പറേഷൻ എന്നാണ്. അതിൽ ഫസ്റ്റ് വന്നിട്ട് കോപ്പറേറ്റീവ് അസോസിയേഷനാണ്. അപ്പോൾ കോപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് അസോസിയേഷൻ ഈസ് ദ അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഫോർ ഹൗസ് ഹോൾഡ് ഫോർ ബിസിനസ് പർപ്പസ് ആൻഡ് എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ത്രൂ വിച്ച് എക്കണോമിക് ആക്ടിവിറ്റീസ് കണ്ടക്റ്റഡ് ഇൻ ദ പെർസ്യൂട്ട് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ ഓരോ എക്കണോമിക് ആക്ടിവിറ്റീസൊക്കെ പെർസ്യൂറ്റ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഓരോ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളിലും അതിൻ്റെ ബിസിനസ് പർപ്പസുകളൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു അസോസിയേഷനെയാണ് എന്തെന്ന് പറയുന്നത് കോപ്പറേറ്റീവ് അസോസിയേഷൻ എന്ന് പറയുന്നത്. സിംപ്ലി നമുക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം, ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഒരു കോമൺ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺസിനെയാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്, ദാറ്റ് ഈസ് എവരി വൺ ഹാസ് വൺ വോട്ടിംഗ് റൈറ്റ് എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ ആയിട്ടുള്ള വോട്ടിംഗ് റൈറ്റ് ആയിരിക്കും. അതുപോലെ ഒരു ഡെമോക്രാറ്റിക് മാനറിൽ അല്ലെങ്കിൽ ഒരു ഡെമോക്രസി പ്രിൻസിപ്പിൾസിലായിരിക്കും ഈ ഒരു കോപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടാവുക. അസോസിയേഷൻ ഓഫ് പേഴ്സൺ, അതായത് ഇതിൻ്റെ കാറ്റസിറ്റ്സ് ആണ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഇതൊരു കോപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ്. അതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ജോയിൻ ഹാൻഡ് ചെയ്യുന്ന ഒരു അസോസിയേഷനെയാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു ക്യാപിറ്റലിസ്റ്റിനേക്കാൾ കൂടുതൽ അവിടെ എന്തായിരിക്കും, ഒരു അസോസിയേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അത് വന്നിട്ട് എൻ്റർപ്രൈസ് ആണെന്നാണ്, അതായത് ഇതൊരു സ്ഥാപനമാണ്. ഇപ്പോൾ കോപ്പറേറ്റീവ്സ് പറയുന്നത് ഒരു ഓർഗനൈസേഷനാണ്. അവിടെ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡുകളൊക്കെ ഉണ്ടായിരിക്കും. ബേസിക്കലി ഇതൊരു എൻ്റർപ്രൈസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബിസിനസ് പ്രിൻസിപ്പിൾസൊക്കെ റൺ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ്സ്, മെമ്പേഴ്സിൻ്റെ എക്കണോമിക് ബെനിഫിറ്റ്സുകളൊക്കെ എൻഷുർ ചെയ്ത് കൊടുക്കുന്ന ഒരു എൻ്റർപ്രൈസ് അല്ലെങ്കിൽ ഒരു അസോസിയേഷനാണ് നമ്മൾ എന്ത് പറയുക, ഒരു ഓർഗനൈസേഷനാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. വോളണ്ടറി അസോസിയേഷൻ, അതായത് മൂന്നാമത്തെ ഫീച്ചറാണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത് ഒരാളുടെ ബിയറിങ് ചെയ്തുകൊണ്ടോ ഇനി പേഴ്സൺസിനെ ബിയർ ചെയ്തുകൊണ്ടോ പ്രഷർ ചെയ്തുകൊണ്ടോ ആയിരിക്കില്ല. ഒരു വോളണ്ടറി അസോസിയേഷനിലൂടെ ആയിരിക്കും കോപ്പറേറ്റീവ് സൊസൈറ്റി മൂവ് ചെയ്യുന്നുണ്ടാവുക. അതായത് ഓരോ സൊസൈറ്റിയിലും ഓരോ ഇൻഡിവിജ്വലായിട്ടും ഫ്രീ ആയിട്ടായിരിക്കും ജോയിൻ ചെയ്യുകയും അതുപോലെ തന്നെ ഓരോ മെമ്പർഷിപ്പ്, സൊസൈറ്റിയിലുള്ള മെമ്പർഷിപ്പ് ഡിസ്ക്രിറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ റിസൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടാവുക. അവൻ്റെ ഇൻഡിവിജ്വൽ ഫ്രീ ആയിട്ടായിരിക്കും അവർ ജോയിൻ ചെയ്യുന്നുണ്ടാവുക. അല്ലാണ്ട് നമ്മൾ അവരോട് പ്രഷറോടുകൂടി അല്ലെങ്കിൽ ബിയർ ചെയ്യേണ്ട ആവശ്യം വരുന്നു.